ഇതുപോലുള്ള കലത്തപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? നാല് മണിക്കൂർ വെള്ളത്തിനകത്ത് കുതിർത്തിട്ടതിന് ശേഷമാണ് ഞാൻ ഈ അരി അരയ്ക്കുന്നത്. ഞാൻ കൈമ റൈസാണ് എടുത്തേക്കുന്നത്. ജീരകശാല എന്ന് പറയും. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന റൈസാണ്. 1 കപ്പ് വെള്ളം, അതായത് നമ്മൾ മെഷർമെൻ്റ് എടുത്ത കപ്പിൽ ഫുള്ള് വെള്ളം, അത് വെച്ചിട്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നത്. നല്ല തിക്നെസ് ആയിരിക്കും. അതായത് ഈ ഒരു ഗ്രേവി, അതായത് ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു ഏകദേശം നമ്മൾ ലൂസായിരിക്കും. ആ സമയം തന്നെ നമ്മൾ മെൽട്ടായിട്ടുള്ള ജാഗരി ഇതിനകത്ത് മിക്സ് ചെയ്യണം. സ്ട്രെയിൻ ചെയ്തിട്ട് മിക്സ് ചെയ്യണം. ഇളം ചൂടിലാണ് ജാഗരി മിക്സ് ചെയ്യുന്നത്. ജാഗരി നല്ലപോലെ മിക്സ് ചെയ്യണം. അതായത് ഇളം ചൂടായതുകൊണ്ട് തന്നെ വിസ്ക് വെച്ച് മിക്സ് ചെയ്തതിന് കാരണം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 1 ടീസ്പൂണ് അപ്പക്കറി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഒരു പാന് വെച്ച് ഗീ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ കോക്കനട്ടും ഷാലറ്റ്സും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമ്മളത് സ്ട്രെയിൻ ചെയ്ത് ആ ബാറ്ററിനകത്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കലത്തപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാൻ എടുത്തതിന് ശേഷം അതിനകത്ത് കോക്കനട്ട് ഓയിൽ വെച്ച് നമ്മളത് ചൂടാക്കാൻ വെക്കുക. ചൂടായതിനു ശേഷം നമ്മൾ ഈ ബാറ്റർ ഇതിനകത്ത് ഒഴിക്കും. ബാറ്റർ ഒഴിച്ച് 1.5 മിനിറ്റ് നമ്മൾ സെയിം തീയിൽ കുക്ക് ചെയ്യും. അതിനുശേഷം ഒരു മൂടിയെടുത്ത് നമ്മളിത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അടച്ചു വെച്ചതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ, അതായത് ഒരു അരമണിക്കൂർ കുക്ക്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പൊറാട്ടയുടെ തവയാണ്. അരമണിക്കൂറിന് ശേഷം ഇത് നമ്മൾ തുറന്ന് ഈ 2 സൈഡും ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തിരിച്ചിടുക. നമ്മളെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എടുത്ത് ഇനി കട്ട് ചെയ്യാൻ പോവാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മലബാർ സ്നാക്സാണ് കലത്തപ്പം. അപ്പോൾ ഇതിനകത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഒരു ചെറിയ ലെയർ പോലൊരു കോട്ടിങ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പി എന്താ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.